വീഡിയോ തുടങ്ങാനായിട്ട് മുന്നേ ഈ വീഡിയോ എന്താണെന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. നമ്മൾ മുന്നേ ഫോൺ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള 10 ആപ്പിനെ കുറിച്ചിട്ടും അതെങ്ങനെയാണ് ആക്ഷനബിൾ സ്റ്റെപ്സ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് 2 വീഡിയോ വേറെ മുന്നേ ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ അതിനെ കുറിച്ചിട്ടൊന്നുമല്ല. സ്റ്റഡീസ് പറഞ്ഞിട്ട് ഈ ഫോൺ അഡിക്ഷനെ കുറിച്ചിട്ട് കുറച്ച് നോളജ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് കിട്ടിയാൽ തന്നെ നമുക്ക് ഈ ഫോൺ അഡിക്ഷൻ പരമാവധി മാറ്റാമെന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ഈ വീഡിയോ ഫോക്കസ് ചെയ്യുക നോളജസ് അബൌട്ട് ഫോൺ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഫോൺ അഡിക്ഷൻ ആയിരിക്കും. നമുക്ക് കുറച്ച് റിസർച്ച് പേപ്പേഴ്സ് തന്നെ തുടങ്ങാം. സൗദി അറേബ്യയിലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു ടീം പോയിട്ട് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ക്വസ്റ്റ്യനേഴ്സ് കൊടുത്തു. എന്നിട്ട് അതിൽ ഈ ഫോൺ യൂസ് ചെയ്യണ അഡൾട്ടിന്, അതായത് ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കണ പിള്ളേർക്ക് കൊടുത്തു. അപ്പോൾ അവർ ഇതൊക്കെ ഇതിനുള്ള ഉത്തരങ്ങളൊക്കെ മാർക്ക് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ അവർ കണ്ടെത്തിയത് എന്താ വെച്ചാൽ അവിടെയുള്ള സ്ത്രീകൾ, വിമൻ ആണ് ഏറ്റവും കൂടുതൽ ഫോൺ ഉപയോഗിച്ചിരുന്നത് മെന്നിനെ കാട്ടും. അതുപോലെ വേറൊരു സയൻറ്റിഫിക് റിസർച്ചിൽ ജോർദാനിൽ വെച്ച് നടന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പിക്ചർ അനുസരിച്ചിട്ട് ഫോൺ ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചത് ആരാണോ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഫോൺ അഡിക്ഷൻ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ്? ഓക്കെ, എൻ്റെ പേര് ഡെൽവിൻ സി രാജു. പിന്നെ ഈ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ചാനൽ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി എന്താണോ ഇപ്പോൾ ഉള്ളത് അയാളുടെ ഒരു പൊടി കൂട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ ചാനലിലെ ഗോൾ എന്ന് പറയുന്നത്. പിന്നെ ഈ വീഡിയോ പ്ലേലിസ്റ്റ് ഫോൺ അഡിക്ഷൻ എന്നുള്ള പ്ലേലിസ്റ്റിലത്തെ 3ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മുന്നേ ഉള്ള 2 വീഡിയോകൾ ചെക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതിലൊന്ന് പോയിട്ട് വാച്ച് ചെയ്യാം. പിന്നെ ഈ വീഡിയോയുടെ റിസർച്ചിന് വേണ്ടി ഉപയോഗിച്ച വെബ്സൈറ്റുകളും അതുപോലെ തന്നെ ChatGPT റിസോഴ്സസും നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഒബ്ജെക്ഷൻസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റിലിടാൻ നമുക്ക് ഹെൽത്തി ആയിട്ടൊരു ഡിസ്കഷൻ തന്നെ നടത്താം. ഓക്കെ, നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള എന്താണിത് കാര്യങ്ങളെന്ന് നോക്കാം. നമുക്ക് സെഗ്മെൻറ്റ് 1, സയൻസ് ബിഹൈൻഡ് ഫോൺ അഡിക്ഷൻ. മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും ഫോൺ ഉപയോഗിക്കുന്നത് എന്തിനാ വെച്ചാൽ ഒരു ടേമിന് വേണ്ടിയിട്ടാണ്. ടേം ഈസ് കോൾഡ് FOMO. FOMO മീൻസ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അതായത് എവല്യൂഷണറി നമ്മുടെ ഹ്യൂമൻ ബീങ്സ്, ഹോമോസാപ്പിയൻസ്, നമ്മൾ സോഷ്യലി ഗ്യാതേർഡ് ആയിരുന്നു. ഈ സോഷ്യലി ഗ്യാതേർഡായ എന്ത് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിലുള്ള ആൾക്കാർ സർവൈവ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ഗ്രൂപ്പിലില്ലാത്ത ആൾക്കാർ ഒബ്വിയസ്ലി കാട്ടിലത്തെ എനിമൽസ് കാരണം അവരെന്തായാലും മരിച്ചു. സോ എവല്യൂഷണറി ആ ജീനാണ് നമുക്ക് പാസ് ഡൗൺ ചെയ്തിട്ട് നമുക്ക് ഇതുവരെ കിട്ടിയത്. സോ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, അതായത് ഫോമോ കാരണം നമുക്ക് സോഷ്യലി റെസ്പെക്റ്റ് കിട്ടില്ല. അത് കാരണം തന്നെ നമ്മൾ സർവൈവലിൽ ആ ഒരു ജീനൊക്കെ ഉള്ള കാരണം നമ്മൾ പരമാവധി ഫോൺ എന്തായാലും നോക്കും. ഇതിനെ പറഞ്ഞ പേരാണ് ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ന്യൂറോ സയൻസിൽ ഇതിനെ ഒരു ബിഹേവിയറൽ അഡിക്ഷൻ ആണെന്ന് പറയണേ. ഒരിക്കലും ഒരു കമ്പയർഡ് നല്ല ഹൈലി ഡെഫിനേഷനൊന്നും ഇതിനെ പറ്റിയിട്ടില്ല. എന്നാൽ നമുക്കൊന്ന് വായിക്കാം ഇതിനെ കുറിച്ചിട്ട് എന്താ പറയുന്നത്. പ്രോബ്ലമാറ്റിക് സ്മാർട്ട് ഫോൺ യൂസ് ക്യാരക്ടറൈസ്ഡ് ബൈ എക്സസീവ് ടൈം സ്പെൻഡ് ഓൺ ദ ഡിവൈസ്, ക്രേവിംഗ് ആൻഡ് വിഡ്രോവൽ സിംറ്റംസ് വെൻ നോട്ട് യൂസിങ് ഇറ്റ്. ബട്ട് ചില ആൾക്കാർക്ക് ഇപ്പോഴും ഈ ഒരു എക്സ്പ്ലനേഷൻ അധികം ഇഷ്ടപ്പെട്ടുണ്ടാവില്ല. സോ അവർ ചോദിക്കും, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ആൻഷ്യസ് ആവണേ, വൈ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് അടുത്ത സെഗ്മെൻറ്റിലുള്ളത്. സെഗ്മെൻറ്റ് 2, ക്ലാസിഫിക്കേഷൻ ഓഫ് കോർട്ടക്സ്. നമ്മുടെ ബ്രെയിനിൽ ശരിക്കും പറഞ്ഞാൽ 2 കോർട്ടക്സുകളാണ് ഫോൺ അഡിക്ഷനെ ബേസിസ് ആയിട്ടുള്ളത്. ഒന്നാമതാണ് ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടക്സ്. രണ്ടാമതാണ് എല്ലാവർക്കും അറിയുന്നത് പോലത്തെ ഉള്ളതാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്നുള്ളതാണ്. ബ്രെയിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തുള്ളതാണ് പ്രീ ഫ്രോണ്ടൽ എന്ന് വിളിക്കുന്നത്. അതിനെ ഈ ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടക്സിൽ ആൻസൈറ്റി അങ്ങനെയുള്ള ഇത് ഉൽപ്പാദിപ്പിക്കാനാണ് ആ ഒരു ബ്രെയിനിൻ്റെ പാർട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ഫോൺ നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് ഫോൺ മാറ്റി വെച്ചിട്ട് അത് പഠിക്കാൻ വിചാരിക്കുക, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ബുക്ക് വായിക്കുക അങ്ങനെയൊക്കെ വിചാരിക്കുക. സോ നമുക്ക് ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും.
ആ ഒരു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ആൻഷ്യസ് ആയിട്ടുകൊണ്ടിരിക്കും. ഇത് മെയിനായിട്ട് എവിടെ നിന്ന് ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടക്സ് എന്നാണ്. ഇത് ഉണ്ടാവുമ്പോൾ തന്നെ നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് നമ്മുടെ റാഷണൽ തിങ്കിങ്ങും അതുപോലെ തന്നെ യുക്തിപരമായിട്ടുള്ള ചിന്തകളും നമ്മുടെ മൈൻഡ്ഫുൾനെസ്സൊക്കെ കൺട്രോൾ ചെയ്ത് ഈ ഒരു പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ആണ്. സോ ഇതിൻ്റെ പവർ മെല്ലെ മെല്ലെ കുറയും, ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടക്സിൻ്റെ പവർ കൂടി വരും. സോ അതുകൊണ്ടാണ് നമ്മുടെ ഈ റാഷണൽ തിങ്കിങ്ങൊക്കെ കുറയുമ്പോൾ നമ്മുടെ യുക്തി വരെ ഉണ്ടാവില്ല. നമ്മൾ തന്നെ മൈൻഡ്ഫുൾ അല്ലാതെ പോലെ തന്നെ പോയിട്ട് ഫോൺ എടുക്കും. സോ അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ ഉള്ളതാണ്. സോ ഞാൻ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ ഏറ്റവും മാറ്റാനുള്ള മരുന്ന് എന്ന് പറയുന്നത് ഈ അറിവ് തന്നെയാണ്. ഇപ്പോൾ വീണ്ടും ചിലർക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, നീ ഇപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ബട്ട് ഇൻ റിയൽ ലൈഫ് നമുക്കിതൊന്നും കയറേണ്ട ആവശ്യമില്ല. സോ റിയൽ ലൈഫത്തെ എന്താണ് ഇപ്പോഴും എൻ്റെ ഫോൺ അഡിക്ഷൻ ഉണ്ടാക്കുന്നത്? ദിസ് ഈസ് സംതിങ് നോൺ ആസ് ഹാബിറ്റ് ലൂപ്സ്. സെഗ്മെൻറ്റ് 2, ഹാബിറ്റ് ലൂപ്സ്. ഹാബിറ്റ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ് മെയിനായിട്ട് ഒരു ഹാബിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഉള്ളത്. 1 ക്യൂ ആണ്, 2 ക്രേവിങ് ആണ്, 3 റിവാർഡാണ്, 4 റിപ്പീറ്റേഷനാണ്. ജെയിംസ് ക്ലിയോൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞുള്ള ബുക്കിൽ ഈ 4 എണ്ണത്തിനും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യത്തെ നമുക്ക് തുടങ്ങാം. ക്യൂ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ എടുക്കുകയാണ്. ഒരു ഫോൺ എടുക്കുമ്പോൾ ഒരു നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ വല്ല അപ്ഡേറ്റിനെ കുറിച്ചുള്ള മെസ്സേജോ അതൊക്കെ വന്ന കാരണമാവും നിങ്ങൾ എടുക്കുന്നുണ്ടാവുക. അതിന് പറഞ്ഞ പേരാണ് ക്യൂ. അടുത്തത് ക്രേവിങ് ആണ്. ക്രേവിങ് നിങ്ങളുടെ സംതിങ് റിലേറ്റഡ് ടു ഡോപ്പമീൻ ഹോർമോണാണ്. ഇതിനെ പറ്റി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ സംസാരിക്കാം. ഡോപ്പമീൻ ഹോർമോണിൻ്റെ ക്രേവിങ് അവിടെ ഇരിക്കട്ടെ. മൂന്നാമതായിട്ട് നിങ്ങളത് എടുക്കും, അതിന് പറയുന്ന പേരാണ് റിവാർഡ് കിട്ടും. നിങ്ങളത് എടുത്തിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോസ് അതിൽ ചിലപ്പോൾ ലൈക്ക് ആയിരിക്കാം, ചിലപ്പോൾ അത് കമൻ്റ് ആയിരിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒരു റിവാർഡ് കിട്ടും. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യും. ഇതൊരു സൈക്കിളാണ്, ഇതൊരു ലൂപ്പാണ്. ഇതാണ് ഹാബിറ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു ഹാബിറ്റ് ഫോം ചെയ്യണമെങ്കിൽ ജെയിംസ് ക്ലിയോ പറയുന്നത് എന്താ വെച്ചാൽ 21 ദിവസം വേണം എന്നാണ് ആവറേജ്. പർട്ടിക്കുലർലി ഇത് മാറ്റങ്ങളുണ്ടാവും ആൾക്കാരനുസരിച്ചിട്ടും ഓരോ സാഹചര്യങ്ങളനുസരിച്ചിട്ടും, പക്ഷേ ആവറേജിലി 21 days ആണ് ഇതിൻ്റെ ഒരു ആവറേജ്. സോ ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ബാഡ് ഹാബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സ്റ്റിമുലേറ്റ് ആവുന്നത്. കാരണം എന്താ വെച്ചാൽ അതിലുള്ള ക്യൂവും ക്രേവിങ്ങും അതുപോലെ തന്നെ റിവാർഡൊക്കെ ഹൈലി ഇൻറ്റൻസ് ആണ്, ഗ്രേറ്റർ ദാൻ ഈ ഒരു ഡീറ്റോക്സ് വരണേ. ഇപ്പോൾ ഡോപ്പമീൻ ഡീറ്റോക്സ് എന്നുള്ള വീഡിയോ നിങ്ങൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഇത് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അപ്പോൾ ഐ കാർഡ് കൊടുക്കാം, അപ്പോൾ അതൊന്ന് പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക. എന്തായാലും സിമ്പിളായിട്ട് ഡീറ്റോക്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജിമ്മിലോട്ട് വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഡോപ്പമീൻ കിട്ടില്ല, ബട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതായത് ലോങ് ടേം സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടാവുക. ഇതിനെ പറഞ്ഞ പേരാണ് ഡീറ്റോക്സ്. സോ ഇങ്ങനെയുള്ള ആൾക്കാരിൽ എന്താ ബ്രെയിനിൽ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. ആ പോർഷനിലുള്ള ന്യൂറോൺസിൻ്റെ എണ്ണം നന്നായിട്ട് കൂടുമ്പോൾ റാഷണൽ തിങ്കിങ് ഒക്കെ നന്നായിട്ട് കൂടും. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഈ മെഡിറ്റേഷനും അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ മൈൻഡ്ഫുൾനെസ് കൂടുതലായിരിക്കും, അവർ ചെയ്യണ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് നല്ല ഫോക്കസ് ഉണ്ടായിരിക്കും എന്നൊക്കെ പറയണം. സോ ഇങ്ങനെയുള്ള ഫോൺ അഡിക്ഷനുള്ള ആൾക്കാർക്ക് ഈ ഗ്രേ മാറ്ററിൽ നമ്മുടെ ന്യൂറോൺസിൻ്റെ അളവൊക്കെ ഭയങ്കര കുറവായിരിക്കും. സോ അതിൻ്റെ ഡെൻസിറ്റിയും കുറവായിരിക്കും. സോ അവർക്ക് ഇതുപോലെ ഇങ്ങനെ ഫോക്കസ് ചെയ്യാനൊക്കെ ഉള്ള കഴിവ് മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടു തുടങ്ങും. സോ അവസാനമായിട്ട് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, എന്താണ് ഈ ഡോപ്പമീൻ? നീ കുറേ സയൻസ് കാര്യങ്ങൾ പറഞ്ഞ് കുഴപ്പിക്കുന്നുണ്ട്, ഒരു സിമ്പിൾ മനസ്സിലാവുന്ന ഭാഷയിൽ ഡോപ്പമീൻ എന്താണെന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് നെക്സ്റ്റ് സെഗ്മെൻറ്റിലുള്ളത്. ഹിസ്റ്ററി ഓഫ് ഡോപ്പമീൻ. 1950 വരെ നമ്മുടെ ബ്രെയിനിൽ ഇലക്ട്രിക് സിഗ്നൽസ് മാത്രമാണ് ഉള്ളത് എന്നായിരുന്നു വിചാരം ഉണ്ടായിരുന്നത്. അൺടിൽ ഒരാൾ വരാൻ അനുസരിച്ചിട്ട് ആളുടെ പേരായിരുന്നു കാൾസൺ. വന്നുടനെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റിസർച്ച് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഡോപ്പമീൻ ഇഞ്ചെക്ട് ചെയ്ത ഡോപ്പമീൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ന്യൂറോൺസും കൈ പോലെ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുമ്പോൾ ഒരു ന്യൂറോണിൻ്റെ ലാസ്റ്റത്തെ പാർട്ട് ഡെൻഡ്രൈറ്റ് എന്ന് പറയാം, ആ പാർട്ടിൽ നിന്ന് അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രോണിക്ക് കണക്ട് ചെയ്യുന്നുണ്ടാവും. സിനാപ്റ്റിക് നോബിൽ നിന്ന് ഡെൻഡ്രൈറ്റിക്ക് കണക്ട് ചെയ്യുന്നുണ്ടാവും. ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ അവിടെ കൊടുക്കും. അതൊക്കെ പെട്ടെന്നൊരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിൽ നടക്കുന്ന കാര്യങ്ങളാണ്. സോ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പമീൻ. സോ ഈ ഡോപ്പമീൻ നമുക്ക് കെമിക്കലി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു എൽ ഡോപ്പ എന്നൊക്കെ പറയും ഇതിൻ്റെ ഡോപ്പമീൻ ബൂസ്റ്ററിനെ. സോ
ഒരു എനിമൽസിൽ ഇദ്ദേഹം പഠനം നടത്തുകയാണ്. അതിൽ ചില എനിമൽസിൽ ഈ ഡോപ്പമിൻ്റെ അളവ് കുറവുള്ള എനിമൽസിൽ ഈ അവരുടെ മൂവ്മെൻറ്റും മസിലിൻ്റെ മൂവ്മെൻറ്റും അവരുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു ആറിനെ അപേക്ഷിച്ചിട്ട് ഡോപ്പമിൻ ഉള്ള എൽഡോപ്പ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരനുസരിച്ചിട്ട്. സോ ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്തു ഡോപ്പമീനാണ് നമ്മുടെ ഫീൽ ഗുഡ് ഹോർമോണും അതുപോലെ തന്നെ നമ്മൾക്ക് വല്ല മസ്കുലർ കാര്യങ്ങൾ നമ്മുടെ മൂവ്മെൻറ്റ് വരുത്തണമെങ്കിൽ ഉപയോഗിക്കുന്ന ഹോർമോണും ഡോപ്പമീനാണെന്ന് കാൾസം പറയുകയും ചെയ്തു. ഇതിനു വേണ്ടിയിട്ട് 2000 നമ്മുടെ മെഡിസിന് വേണ്ടിയിട്ടുള്ള നോബൽ പ്രൈസ് ഇദ്ദേഹത്തിനായിരുന്നു. സോ നൗ നമ്മൾ ആദ്യം ചോദിച്ച 2 ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് നോക്കാം. വൈ വുമൻ ഈസ് വെരി അഡിക്റ്റഡ് ടു ഫോൺ റാദർ ദാൻ മെൻ. അതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ വുമൻസ് ആ വെബ്സൈറ്റിൽ പറഞ്ഞതാണ് വുമൻ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പവർഫുള്ളാണ്. അതായത് ആവറേജ് മെന്നായിട്ടും വുമൻസിന് കമ്മ്യൂണിക്കേഷൻ കാപ്പബിലിറ്റി കൂടുതലാണ്. ഇതിന് കാരണമായിട്ടുള്ളത് അവരുടെ തലയിലുള്ള കോർപ്പസ് കലാസം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം, അതായത് നമ്മുടെ റൈറ്റ് ഹെമിസ്ഫിയറും ലെഫ്റ്റ് ഹെമിസ്ഫിയറും അവർ ബന്ധിപ്പിക്കുന്ന ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയനിൽ കോർപ്പസ് കലാസം ഉണ്ട്. അത് ഭയങ്കര ലാർജറാണ്. അത് കാരണം തന്നെ അവർക്ക് ഇമോഷണലിയും അതുപോലെ തന്നെ മെൻ്റലിയും ബാക്കിയുള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇതുപോലെ തന്നെ വേറൊരു ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ ഓക്സിറ്റോസിൻ്റെ അളവ് ഭയങ്കര കൂടുതലുള്ള കാരണം തന്നെ ബോണ്ടിങ് ഹോർമോൺ കൂടുതലായിരുന്നു. അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു വിമൻ്റെ കാര്യത്തിൽ കമ്മ്യൂണിക്കേഷന് ഏറ്റവും പവർഫുള്ളായിട്ട്. സോ എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് റിസർച്ചിൽ എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അഡിക്ഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ ഈ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ ഉള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നതെന്നാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള 3 ഉത്തരങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്നുള്ളത് നമ്മുടെ സ്മാർട്ട് ഫോണിൽ നിന്ന് രാത്രി ബ്ലൂ ലൈറ്റാണ് അടിക്കുക കണ്ണിലേക്ക്. ഇത് നമുക്ക് സ്ലീപ്പ് റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ചുള്ളതാണിത്. അത് കുറയ്ക്കും. അതുകൊണ്ട് തന്നെ സ്ലീപ്പ് റേറ്റ് കുറഞ്ഞാൽ ഡിപ്രഷനും കൂടും മിക്കവാറും. കാരണം സ്ലീപ്പ് കുറേ ക്വാളിറ്റി ഓഫ് തരുന്നുണ്ട്. രണ്ടാമത്തെ ഇതിലുള്ള എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സജഷനാണ്. അതെന്താ വെച്ചാൽ ഈ സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും വാട്സാപ്പിലായാലും സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇടുന്നത് അവരുടെ ഗുഡ് മൂമെൻറ്റ്സാവും. ഒരിക്കലും ഒരാൾ കരയുന്നതും അതൊന്നും ഇടില്ല, സ്റ്റാറ്റസും സ്റ്റോറിയൊന്നും ഇടില്ല. സോ നമ്മുടെ എല്ലാവരും അവരുമായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ഒരു ലോൺലി ആയിട്ടും അങ്ങനെ ഒറ്റപ്പെട്ടു പോകും. അതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ട്രോമ. അതുപോലെ തന്നെ അടുത്ത കാര്യം പറയാനുള്ളത് ഡോപ്പമിൻ ഹൈജാക്കാണ്. ഡോപ്പമിൻ ഹൈജാക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ പർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾക്ക് നല്ല സന്തോഷം കിട്ടുന്നുണ്ടാവും. റീൽസ് വാച്ച് ചെയ്യുമ്പോഴും അത് അവരെ അങ്ങനെ ഡിസൈൻ ചെയ്തേക്കണം, സ്റ്റോറി കാണുമ്പോഴും അതൊക്കെ. പക്ഷെ അത് കഴിഞ്ഞാൽ ടെമ്പററി സാറ്റിസ്ഫിക്കേഷൻ ഉള്ളൂ. അതിൽ ഒരിക്കലും ഒരു ഹൈ സാറ്റിസ്ഫിക്കേഷൻ ലോങ് ടേം സാറ്റിസ്ഫിക്കേഷൻ തരില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഡോപ്പമിൻ ഡീറ്റോക്സ് എന്നുള്ള വീഡിയോ ഒന്ന് കാണാൻ പോയിട്ട്. എന്തായാലും ഇതിൽ എൻ്റെ സ്ക്രീനിൽ ഞാൻ വീഡിയോ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ആ വീഡിയോ കാണണ്ടാവും. എന്തായാലും അത് തൊടുക. ഓക്കെ ബൈ, അവിടെ കാണാം.